Today we are at Hyder Aliv Center. പണി ആരംഭിച്ച് 2012 പണി തീർത്ത ഒരു നിയോ ഫ്യൂച്ചറിസം ആർക്കിടെക്ചറൽ പ്രൊജക്റ്റ് ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. പിന്നെ കിടിലം വ്യൂ ആണല്ലേ, നല്ല ഭംഗിയുണ്ട്. വെറും 5 വർഷം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. നമ്മുടെ നാട്ടിലായിരുന്നു കോമഡി. 40 വർഷം എത്ര സ്റ്റെപ്പ് കയറി ഇത്രയും ബാക്കിൽ വന്നാൽ മാത്രമേ ഇതിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുള്ളൂ. ആക്ച്വലി അവിടെ മാത്രമല്ല ഭംഗി, നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു പാർക്ക് പോലെ നല്ല വാട്ടർ ബോഡി, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഫുള്ള് പോയി കറങ്ങി കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് കുറച്ചു മുമ്പ് നമ്മൾ മേളിൽ വെച്ച് പറഞ്ഞ വാട്ടർ ബോഡി. നല്ല എന്ന് വെച്ചാൽ നല്ല വലിപ്പമുണ്ടല്ലേ ഇത് കാണാന്. പക്ഷെ ഇതിന്റെ ഒരു ഡിസൈൻ കൊള്ളാം. കാര്യം എന്ന് വെച്ചാല് വാട്ടർ വേസ്റ്റിംഗ് ഇല്ല. കണ്ടില്ല, ഇതിന്റെ ഒരു ആഴം നോക്കിയാലും ഇത്രേ ഉള്ളൂ. നമ്മളെ ആക്ച്വലി ഇതൊരു ഇല്യൂഷൻ ആണ്. നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഡെപ്ത് ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു 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 ഹൈറ്റിന്റെ മുകളിൽ കൂടെ ഒരു ഇത്രയും ലെങ്തിൽ വെള്ളം വിടും. അത് നല്ല രസമുണ്ട്. ഇതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ളത് നടുക്കൂടെ ഒരു വാക്ക് വേയും കാര്യം. പക്ഷെ ഇതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതേ വെള്ളം തന്നെയാണോ ഫ്രീ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ഓവർ വാട്ടർ വേസ്റ്റേജ് ഇല്ല. വെള്ളം തങ്ങിക്കിടന്നുകൊണ്ട് ഒരുപാട് തങ്ങിക്കിടക്കുന്നതുകൊണ്ട് മോശമാവുന്നുമില്ല. നല്ല നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു. സൂപ്പർ ബുദ്ധിയാണത്. അതെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ചുറ്റി കാണിച്ചിട്ട് നമുക്ക് മേലോട്ട് പോകാം. ഇനി ഇവിടെ ഐ ലവ് ബാക്കു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന പോയിട്ട് നമുക്ക് ഓക്കെ. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന മെയിൻ ഫോട്ടോ സ്പോട്ട് ആണിത്, ഐ ലവ് ബാക്കു. ആക്ച്വലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമല്ല, നമുക്ക് ആ സെന്ററിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രൈം ആയിട്ട് ഈ ഒരു സംഭവം ഇവിടെ തന്നെ വെച്ചേക്കുന്നത് അല്ലേ. മെയിൻ ആയിട്ട് ഇതുണ്ടോ, ഈ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, തട്ടായിട്ട് ഇങ്ങനെ കുറെ സ്റ്റെപ്പ് നടക്കാനുണ്ട് മേളിൽ കയറാനായിട്ട്. അപ്പൊ നമുക്ക് ഫുൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. താഴേന്ന് കുറച്ചേറെ സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. സ്റ്റെപ്പ് കയറിയാൽ എന്താ കാണാൻ എന്ത് ഭംഗിയാണ്. സത്യം, സ്റ്റെപ്പ് കയറുന്ന സ്ഥലങ്ങൾ പോലും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എപ്പോഴും ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ട് ഒന്നും അത് ഇവിടെ പറയാതിരിക്കാൻ ഏത് സ്ഥലത്ത് ഇവിടെ കാണാൻ പോയാലും ക്ലീൻ എന്ന് പറഞ്ഞാൽ അത്ര ക്ലീൻ ആയിരിക്കും. ഇന്നലെ നമ്മൾ മാർട്ടിയേഴ്സ് മോസ്കിന്റെ അവിടെ പോയില്ലേ, അത്രയും മരങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരില തറയിലില്ല. അത്ര വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഇന്ത്യൻസ് വരുന്നുണ്ട്. അതെ, ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഇഷ്ടംപോലെ. നമ്മൾ വന്നിറങ്ങിയപ്പോഴും കുറെ കപ്പിൾസിനെ കണ്ടില്ലേ, ഇന്ത്യൻസ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഈ ലാൻഡ്സ്കേപ്പ് 4-5 തട്ടായിട്ടോ. നമ്മളിപ്പോ സെക്കൻഡ് ലെയറിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് മേളിലോട്ട് പോകാനുണ്ട്. പക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ കുറെ നടക്കാനുണ്ട്. നമ്മൾ ഏകദേശം അടുത്തെത്താറായി. ഇതിപ്പോ 4th ലെയർ അല്ലേ? 4th ലെയർ അല്ല, 3rd ലെയർ. ഇനി ഒരു 2 ലേയേഴ്സ് കൂടെ ഉണ്ട്. ചില്ലിയുടെ ഒക്കെ ആകൃതിയിൽ ഓരോന്ന് പണി ചെയ്യുന്നത്. ചില്ലിയുടെ ആകൃതിയിലല്ല, ചില്ലിയാണ്. പിന്നെ അവിടെ ടൊമാറ്റോയുടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ രണ്ട് ഹാൻഡ്സ് ഇങ്ങനെ വെക്കുന്ന രീതിയിൽ നമുക്ക് കാണുമ്പോൾ മെറ്റൽ. എനിക്കൊന്ന് രാത്രി അത് ലൈറ്റ് ഓൺ ആവും. നമുക്കത് കണ്ടിട്ട് നമസ്തേ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതല്ല അവർ ഉദ്ദേശിച്ചേക്കുന്നത്. 2014 പൊളാഡ് കാസ്റ്റ് സ്റ്റീലിൽ പണിഞ്ഞതാണ്. 5 ഐറ്റംസ്, അതായത് 5 വേരിയസ് പില്ലേഴ്സ് ആയിട്ട് കാണിച്ചേക്കുവാണ്. പിന്നെ അവിടെ ഒരു കോമഡി ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം പണിയാനായിട്ട് 2 വർഷം എടുത്തു. 2014 to 2016 എടുത്തു. പക്ഷെ അത്രയും വലിയ ബിൽഡിംഗ് പണിയാൻ ഒരു 5 years എടുത്തുള്ളൂ. അതെനിക്കൊരു ഐറണി ആയിട്ട് തോന്നി. അങ്ങനെ ഒടുവിൽ നടന്നു അതെ, 5 ലെയർ സ്റ്റെപ്പ് കയറി നമ്മൾ എത്തി. എന്ത് രസമല്ലേ ഇവിടെ കാണാന്. ആക്ച്വലി ആ ബിൽഡിംഗ് മാത്രമല്ല ഭംഗിയ, ഈ ഫ്ലോറിംഗ് വൈറ്റ് ആക്കിയേക്കുന്നതും കൂടെ ഒരു ഭംഗി, ഇല്യൂഷൻ, ഭയങ്കര രസം കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് വേസ്റ്റ് ആയിട്ടുള്ള അയൺ മെറ്റീരിയൽസ് വെച്ചിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഹെയർ കണ്ടില്ലേ, ബൈക്കിന്റെ ടയർ. സംഭവം കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഒരു ലേഡീനെയാണ് പോർട്രേ ചെയ്തേക്കുന്നത് അല്ലേ. പിന്നെ ആ സൈഡില് ഇതേപോലെ തന്നെ അയൺ വെച്ചിട്ട് ഒരു മാനിനെ കാണിച്ചിട്ടുണ്ട്. 2 സൈഡിൽ, ഒരു സൈഡിൽ ലേഡി, ഒരു സൈഡ് മെൻ. ഇതെല്ലാം വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. പുള്ളിക്ക് നല്ലൊരു ഭംഗിയുള്ള ഹാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡില് നല്ല ഹെയർ ആയിട്ട് ടയേഴ്സ് ഉപയോഗിച്ചിട്ട് ഹെയറും വെച്ചേക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇതിന് ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണിക്കാം. അതെ, നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇതിന്റെ ഫ്രണ്ടേജ് എങ്ങനെയാണ്, ഫ്രണ്ടിലുള്ള കുറെ കാര്യങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ആയി. സോ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അകത്തുള്ള വിശേഷങ്ങൾ, അകത്ത് നല്ല ഇവരുടെ കൾച്ചർ കാര്യങ്ങള്, മ്യൂസിയം, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.